നമസ്കാരം. കോലാഹലം ഉണ്ടാക്കുന്നതെല്ലാം മാധ്യമങ്ങൾ മാത്രമാണ്. പാർട്ടിക്ക് ഒന്നും തന്നെ അറിയില്ല. CPM നേരിന്റെ പക്ഷത്ത് മാത്രം നിന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. വെറുതെ കോലാഹലങ്ങൾ ഉണ്ടാക്കി വിവാദമുണ്ടാക്കുന്നത് മാധ്യമങ്ങൾ. PSC അംഗത്വ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ് CPM നേതാക്കൾ. ഇന്ന് ഈ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടിയപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയേയില്ല എന്നതായിരുന്നു നേതാവിന്റെ മറുപടി. വിവാദം ശക്തമായതോടെ പാർട്ടി പ്രതിച്ഛായ മോശമാകാതിരിക്കാൻ വേണ്ടി പണം തിരികെ നൽകി ഒത്തുതീർപ്പടക്കം CPM നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തനിക്കോ പാർട്ടിക്കോ ഈ വിഷയവുമായി യാതൊരു തരത്തിലുമുള്ള അറിവോ ബന്ധമോ ഇല്ല എന്ന് ജില്ലാ സെക്രട്ടറി PA മോഹനൻ മറുപടി നൽകുന്നത്. മോഹനന്റെ ഈ മറുപടി യഥാർത്ഥത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പമാണ് ജനങ്ങളിൽ വരുത്തി വെച്ചിരിക്കുന്നത്. ഒരു വശത്ത് നിന്ന് ചിലർ പറയുന്നു ഇങ്ങനെയൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിൽ പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പരാതി പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്ന്. മറുവശത്ത് നിന്ന് പാർട്ടി നേതാക്കളോ പാർട്ടിയോ സംഭവത്തിൽ യാതൊരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. എന്തായാലും പോലീസിൽ സംഭവം പരാതി എത്താതിരിക്കാനുള്ള തന്ത്രമൊക്കെ CPM പഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. വിഷയം അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ചത് അതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അങ്ങനെ പലതരം ഒത്തുതീർപ്പ് നടപടികളൊക്കെ നടത്തിയതിനു ശേഷം പാർട്ടിക്കൊന്നും അറിയില്ലേ എന്ന രീതിയിൽ കൈ കഴുകുകയാണ് CPM നേതാക്കന്മാർ. അത് മാത്രവുമല്ല, ഈ വിവാദം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ മാത്രം കുറ്റമാണ്, മാധ്യമങ്ങൾ മാത്രം പറയുന്ന ഒന്നാണ് എന്നതാണ് CPM നേതാക്കന്മാരുടെ നിലപാട്. മാധ്യമങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് പോലുള്ള അറിവ് ഞങ്ങൾക്കില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് ഒരറിവും തന്നെയില്ല. എന്തെങ്കിലും കോലാഹലമുണ്ടാക്കി മന്ത്രി PA മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവാരി തേക്കാൻ എന്ന് വിചാരിക്കേണ്ട എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതിനെ ശക്തമായി തന്നെ പാർട്ടി പ്രതിരോധിക്കുമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം PA മോഹനൻ പറയുകയുണ്ടായി. അതേസമയത്ത് തെറ്റായ പ്രവണതകൾ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും അങ്ങനെയൊന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ എല്ലാ കാലത്തും കർശന നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും അത് തെളിഞ്ഞാൽ ആ നിലപാട് തന്നെയാണ് ഉണ്ടാകുമെന്നുമാണ് മോഹനൻ പറയുന്നത്. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നടപടിയുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്ന് പറഞ്ഞ PA മോഹനൻ നിങ്ങൾക്ക് ആരോപണമുണ്ടെങ്കിൽ എഴുതി തന്നോളൂ, പരിശോധിക്കുമെന്നതായിരുന്നു മാധ്യമപ്രവർത്തകരോട് നൽകിയ മറുപടി. അതേസമയത്ത് CPM നേതാവിനെതിരെ ഉയർന്ന PSC കോഴ ആരോപണം മുഖ്യമന്ത്രിയോ CPM സംസ്ഥാന സെക്രട്ടറിയോ MV ഗോവിന്ദനോ നിഷേധിച്ചിരുന്നില്ല. വാർത്തകൾ ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷം ആരോപണം ഉയർത്തിയപ്പോൾ നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി പറയുന്നതാട്ടെ ഇതൊന്നും പാർട്ടിക്ക് അറിവുള്ള കാര്യമേ അല്ല എന്നും.